ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അഹസ് വരുമ്പോ പകൽ വരുമ്പോഴേക്കും ആ ഒരു പ്രഭവതി ജനിക്കുന്നു ഈ ഭൂതഗ്രാമം. പിന്നെ രാത്രിയാകുമ്പോഴോ രാത്രിയാഗമേവശ പാർത്ഥ, രാത്രി വരുമ്പോഴേക്കും ഈ ഭൂതഗ്രാമം എന്ത് ചെയ്യും? പ്രളീയതേ, ഈ ഭൂതഗ്രാമം ലയിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. സംശയമുണ്ടോ? ഗീതയിലെ 11-ാധ്യായം ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും കാണും. 11-ാധ്യായം വിശ്വരൂപ ദർശനം. ഭൂതഗ്രാമം മുഴുവൻ ആ ശരീരത്തിൽ നിൽക്കുന്നത് നമ്മൾ കാണും. ആ ശരീരത്തിന്റെ തേജസ്സോ ലോകത്തിൽ ആർക്കും സഹിക്കാൻ കഴിയില്ല. ഓരോ രോമകൂപത്തിൽ നിന്നും വരുന്ന തേജസ്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുദ്ധിത, 1000കണക്കിന് സൂര്യന്മാർ ആകാശത്ത് ഒരുമിച്ച് ഉദിച്ചു കഴിഞ്ഞാൽ യാതൊരു തേജസ്സാണോ ഉള്ളത്? ആ തേജസ്സാണ് ഈ മഹാത്മാവിന്. ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ ഒന്നായി നിൽക്കുന്നു. അങ്ങ് ഉദ്യോഗപർവത്തില് ഭഗവാൻ ദൂതുമായിട്ട് ഹസ്തിനാപുരത്ത് ചെന്നപ്പോ ഭഗവാനെ പിടിച്ചു കെട്ടാൻ കോപാകുലനായ ദുര്യോധനൻ കയറുമെടുത്ത് ചാടി. ചേട്ടനും അനിയനും കൂടി. ആ അവസരത്തില് ഭഗവാൻ പറഞ്ഞു, നിനക്കെന്നെ പിടിച്ചു കെട്ടാൻ കഴിയുമെങ്കിൽ നീ കെട്ടിക്കോ. ഭഗവാൻ അവിടെ താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാണ്. അങ്ങ് സത്യലോകം മുതല് അങ്ങ് പാതാളം വരെ സമസ്തവും ഒന്നായി അവിടെ നിൽക്കുന്നു. ഈ ഭൂതഗ്രാമം മുഴുവൻ അദ്ദേഹത്തിലാണ് നിലനിൽക്കുന്നേ. ഭൂതസമൂഹം, ജീവനുള്ളത് ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ, ഇത് മുഴുവൻ അദ്ദേഹത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് വിശ്വരൂപ ദർശനം. ഇത് മുഴുവൻ അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു, അദ്ദേഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൽ ലയിക്കുന്നു. ലയിക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മരൂപം അവിടെ കുടികൊള്ളുന്നു. വീണ്ടും അത് യഥാസമയം അത് ആവിർഭവിക്കുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭഗവാന്റെ വിശ്വരൂപം. അനാദി അനന്തമായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് എത്തിപ്പെടാൻ കഴിയാതെ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ, 5 ഭാവങ്ങളോടുകൂടിയ ഭഗവത് സ്വരൂപം, സാധിഭൂത അധിദൈവം മാം സാധിയജ്ഞം, അങ്ങനെയുള്ളതായ ആ ഭഗവത് സ്വരൂപത്തെ, അക്ഷരബ്രഹ്മ ദർശനത്തെ ഭഗവാൻ നമുക്ക് വിശ്വരൂപമായിട്ട് കാണിച്ചു തരികയാണ്. ഈ അക്ഷരബ്രഹ്മ ദർശനമാണ് വിശ്വരൂപം. അത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് തന്റെ വിഭൂതികളെയും പറഞ്ഞു വെച്ചു. ആ വിഭൂതികളെല്ലാം തന്റെ വിഭൂതികളാണ്. അതിന് അന്ത്യമില്ല, അവസാനമില്ല. എന്റെ വിഭൂതികൾക്ക് അവസാനമില്ല, എണ്ണമില്ല. അതിന് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിഭൂതികളെയും കാണിച്ചു തന്നു. എന്നിട്ടാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. വിഭൂതികൾ പലയിടങ്ങളിലല്ല, ഒന്നിച്ചു നിൽക്കുന്നു. ഇതാണ് അക്ഷരബ്രഹ്മ യോഗം. ഈ യോഗത്തെയാണ് അവിടെ നമുക്ക് പ്രത്യക്ഷമായിട്ട് വിഭൂതിയായിട്ടും അതേപോലെ തന്നെ ആ വിശ്വരൂപമായിട്ടും കാണിച്ചു തന്നത്. കൗരവ സഭയിലും കാണിച്ചു, പിന്നെ ഗീതോപദേശ ഘട്ടത്തില് ആ തേർത്തട്ടിലും അദ്ദേഹം കാണിച്ചു തന്നു. അതാണ് ഇവയെല്ലാം ബ്രഹ്മാവിന്റെ പകലില് ആവിർഭവിക്കുന്നു, ബ്രഹ്മാവിന്റെ രാത്രിയാകുമ്പോഴേക്കും അതിൽ പോയി ലയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറത്താണ് എൻ്റെ പരമമായ ഭാവം. അതാണ് ആ നിർഗുണ നിരാകാര ബ്രഹ്മം. ഓമിന്റെ അമാത്ര, ഓങ്കാരത്തിന്റെ അമാത്ര. അകാരവും ഉകാരവും മകാരവും ഓങ്കാരത്തിന്റെ ഭാഗമല്ലേ? ഓങ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതെല്ലാം അമാത്രയിൽ നിൽക്കുന്നു. അമാത്രയുടെ അനുഗ്രഹമാണതെല്ലാം. ആ അമാത്രയെ വിട്ട് അകാര ഉകാര മകാരങ്ങളെ കാണണ്ട എന്നാണ് ഈ അക്ഷര ബ്രഹ്മയോഗത്തിൽ പറയണേ. ഇതിനെ മുഴുവൻ അതിൽ കാണണം. ഇത് മുഴുവൻ അതിന്റെ ആ അക്ഷരബ്രഹ്മത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഇതിനെല്ലാം ഒന്നായി കാണുമ്പോൾ അവിടെ നിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ കണ്ണുകൾക്ക് കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷമായും
പിന്നെ പല കർമ്മങ്ങൾ ചെയ്യുന്നതായും തിരിച്ച് ലയിക്കുന്നതായും നമുക്ക് മനസ്സിലാകും. ഇതിനെല്ലാം അപ്പുറത്താണ് ഞാൻ. അവ്യക്തത്തിൽ നിന്നിട്ട് ഇതെല്ലാം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. നമുക്കറിഞ്ഞുകൂടാത്ത, നമുക്കറിയാൻ കഴിയാത്തതായ ഒരു തലത്തിൽ നിന്നിട്ട് ഇതെല്ലാം ഉണ്ടാകുന്നു. ആ അവ്യക്തത്തെയാണ് മൂലപ്രകൃതി എന്നെല്ലാവരും പറയുക. ആ അവ്യക്തത്തിനും അപ്പുറത്താണ് എൻ്റെ സ്ഥാനം. അതിനെയും കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, ഇന്ദ്രിയം കൊണ്ട് കാണാൻ പറ്റൂല, കാതുകൊണ്ട് കേൾക്കാൻ പറ്റൂല, മൂക്കുകൊണ്ട് മണക്കാനോ നാക്കുകൊണ്ട് രുചിക്കാനോ തൊക്കുകൊണ്ട് തൊട്ടറിയാനോ പറ്റൂല. അതുകൊണ്ട് അതിനെയും അവ്യക്തമെന്നും പറയാം. പരമാത്മാവിനെയും അവ്യക്തമെന്ന് പറയും, മൂലപ്രകൃതിയെ അവ്യക്തം എന്ന് പറയും. എന്താ? രണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമല്ല. ഇത്രയുള്ള കാരണം. അപ്പോൾ ഓരോടത്തും അവ്യക്തം എന്ന് പറയുമ്പോൾ അത് പരമാത്മാവിനെയാണോ മൂലപ്രകൃതിയെയാണോ എന്ന് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ ഈ അവ്യക്തത്തിനും, ഏതൊരു അവ്യക്തത്തിൽ നിന്നിട്ടാണോ ഈ ഭൂതഗ്രാമം ഉണ്ടാകുന്നത്, ഏതൊരു അവ്യക്തത്തിലാണോ ഈ ഭൂതഗ്രാമം പോയി ലയിക്കുന്നത്, ആ അവ്യക്തത്തിനും അപ്പുറത്തുള്ള അവ്യക്തമാണ് ഞാൻ എന്നറിഞ്ഞുകൊള്ളൂ. പരസ്തസ്മാത്തു ഭാവോന്യോ അവ്യക്തോ വ്യക്താത് സനാതനഃ. അതിനും അപ്പുറത്ത്, തസ്മാത് അതിനും അപ്പുറത്ത്, പരഹ അപ്പുറത്ത് ഉള്ളതായ ഭാവമാണ് ഞാനെന്നറിഞ്ഞുകൊള്ളൂ. അവ്യക്തത്തിനും അപ്പുറമുള്ള അവ്യക്തമാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊള്ളൂ. അങ്ങനെയുള്ള ഈ ഞാനുണ്ടല്ലോ, അത് സനാതനഃ എന്നുമുള്ളതാണ്. മൂലപ്രകൃതിയാകുന്ന അവ്യക്തം എന്നുമുള്ളതല്ല, സനാതനമല്ല. മൂലപ്രകൃതിയിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ച ദൃശ്യങ്ങളും സനാതനമല്ല. ഇത് സനാതനമല്ലെന്ന് നമുക്ക് എളുപ്പത്തിൽ അറിയാം. മൂലപ്രകൃതി പോലും സനാതനമല്ല. ഭഗവാൻ ഇച്ഛിക്കുമ്പോൾ അത് സ്പന്ദിച്ചു വരും, ഭഗവാൻ ഇച്ഛിക്കുമ്പോൾ അത് തിരിച്ചു ലയിക്കും. അത് ലയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നുമുള്ള കാലദേശാതീതമായുള്ള സനാതനൻ ആയിട്ടുള്ള തത്വം ഞാൻ മാത്രം. അത് ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾ ഏതൊരു അവ്യക്തത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിനും അപ്പുറത്തുള്ള അവ്യക്തമാണ് എന്നറിഞ്ഞുകൊള്ളതാണ്. അവ്യക്തോ അവ്യക്താത്, അവ്യക്തത്തിൽ നിന്ന് അപ്പുറത്ത് കുടികൊള്ളുന്ന അവ്യക്തമാണ് ഞാൻ, സനാതനമായ അവ്യക്തമാണ് ഞാൻ എന്നറിഞ്ഞുകൊള്ളൂ. ആ അവ്യക്തവും മൂലപ്രകൃതി എന്നുള്ള അവ്യക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ അവ്യക്തം, പരമാത്മാവെന്ന അവ്യക്തം സനാതനനാണ്. മൂലപ്രകൃതി പരമാത്മാവിന്റെ ഇച്ഛ അനുസരിച്ച് സ്പന്ദിച്ച് പരമാത്മാവിൽ ഉയരുന്നത് മാത്രമാണ്. അതുകൊണ്ട് അത് സനാതനമല്ല. മൂലപ്രകൃതി തിരിച്ച് പരമാത്മാവിൽ ലയിക്കും. യസ്സ സർവേഷു ഭാവേഷു നശ്യത്സു ന വിനശ്യതി. ഈ കാണായ എൻ്റെ 5 ഭാവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ. ഭഗവാൻ പറയാണ്, അധിഭൂതമായി, അധിദൈവമായി, അധിയജ്ഞമായി, കർമ്മമായി, അധ്യാത്മമായി. ഈ 5 ഭാവങ്ങളും ഈ അവ്യക്തത്തിൽ നിന്ന് ആ അവ്യക്തത്തിലൂടെ എൻ്റെ പ്രകാശനമാണ് എന്നറിഞ്ഞുകൊള്ളണം. ഇവയെല്ലാം മാറുന്നതാണ്. അവ്യക്തമെന്നുള്ള മൂലപ്രകൃതിയിലൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നതാണ് എൻ്റെ ഈ 5 ഭാവങ്ങളും. ഈ 5 ഭാവങ്ങൾക്കും അപ്പുറത്ത് കുടികൊള്ളുന്നതാണ് ഞാനെന്നറിഞ്ഞുകൊള്ളണം. ഈ 5 ഭാവങ്ങളും നശിക്കുന്നതാണ്, രൂപാന്തരം പ്രാപിക്കുന്നവയാണ്. ഈ പറഞ്ഞ 5 ഭാവങ്ങൾ അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ആ 5 ഭാവങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. ആ 5 ഭാവങ്ങളിലൂടെയാണ് ഈ ശരീരമുള്ള ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയുന്നത്. ആ 5 ഭാവങ്ങളും നശ്വരമാണ്. ആ 5 ഭാവങ്ങളും എന്നിൽ വന്ന് ലയിക്കും. ആ 5 ഭാവങ്ങളും നശിക്കുന്നവയാണ്. അതാണ് യസ്സ സർവേഷു ഭാവേഷു നശ്യത്സു. നശിക്കുന്നവയായ ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങളും നശിക്കുമ്പോഴും, ഈ എല്ലാ ഭാവങ്ങളും നശിക്കുന്നവയാണ്. അവ നശിക്കുമ്പോഴും എൻ്റെ ആ രൂപമുണ്ടല്ലോ, യാതൊരു രൂപമാണോ ഉള്ളത്, ഇതിനെല്ലാം ഈ അവ്യക്തത്തിനും അപ്പുറം കുടികൊള്ളുന്ന അവ്യക്തമായ എൻ്റെ സനാതനമായ യാതൊരു രൂപമാണോ ഉള്ളത്, അത് നവിനശ്യതി, നശിക്കുന്നില്ല. ഈ ജഗത്ത് 5 ഭാവങ്ങളാൽ നിർമ്മിതം. ആ 5 ഭാവങ്ങളും നശ്വരമാണ്. ആ 5 ഭാവങ്ങളും എൻ്റെ തന്നെ ആവിഷ്കൃതികളാണ്.
അത് ഞാൻ തന്നെ എൻ്റെ ആവിഷ്കൃതിയായിരിക്കുന്ന അവ്യക്തം എന്ന് പറയപ്പെടുന്ന മൂലപ്രകൃതിയിലൂടെ ആവിഷ്കരിക്കുന്നവയാണ്. ഇവയെല്ലാം നശിക്കും, ഇവയെല്ലാം ലയിക്കും. ഇവയെല്ലാം എവിടെ വന്ന് ലയിക്കും? എന്നിൽ വന്ന് ലയിക്കും. ഇവയെല്ലാം വന്ന് ലയിച്ചടങ്ങുമ്പോഴും യാതൊരു മാറ്റവും കൂടാതെ നശിക്കാതെ നിലനിൽക്കുന്നതാണ് ഞാനെന്നറിയണം. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹമുണ്ട്. ഈ 5 ഭാവങ്ങളും ചേർന്നാണല്ലോ ലോകം ഉണ്ടാകുന്നത്. ഭഗവാന്റെ ഈ 5 ഭാവങ്ങൾ, ഈ 5 ഭാവങ്ങളും ചേർന്ന് പ്രപഞ്ചം ഉണ്ടാകുമ്പോഴും അദ്ദേഹമുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടില്ല. ഈ 5 ഭാവങ്ങളും അദ്ദേഹത്തിൽ പോയി ലയിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൽ പോയി ലയിക്കുന്നു. അപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല. യാതൊരു മാറ്റവും ഉണ്ടാകാതെ ഈ 5 ഭാവങ്ങളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുത്തി ഈ പ്രപഞ്ച അനുഭവത്തെ നമുക്ക് ഉളവാക്കി തരുന്ന ദിവ്യമായ അദ്ഭുത ശക്തിവിശേഷമാണ് ഭഗവാന്റെ ചൈതന്യം എന്ന് നാം അറിഞ്ഞുകൊള്ളണം. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കേവലം കണ്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ മായയെ പ്രവർത്തിപ്പിച്ചു വിട്ടു എന്ന് മാത്രം. ആ മായയ്ക്ക് ഇത് മുഴുവൻ പ്രവർത്തിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. അങ്ങനെ ഇതിനെല്ലാം ആധാരമായിട്ട് അദ്ദേഹം അനശ്വരം കുടികൊള്ളുന്നു. ഇങ്ങനെ തനിക്കൊരു മാറ്റവും വരാതെ ലോകം ഇങ്ങനെ കോലാഹലം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും പരമാത്മാവ് ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പരമാത്മാവിനെ കാണാൻ കഴിയുന്നില്ല. ലോകത്തിലെമ്പാടും വ്യാപിച്ചു നിൽക്കുമ്പോഴും നമ്മൾ പരമാത്മാവിനെ കാണുന്നില്ല, ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും ഒരിക്കലും ഒരു മാറ്റവും കൂടാതെ ഇവിടെ നിലനിൽക്കുന്നു പരമാത്മാവ്. ഒരു മാറ്റവും വരാതെ നിലനിന്നുകൊണ്ട് ലോകാനുഭവത്തെ ഇങ്ങനെ 5 ഭാവങ്ങളിലൂടെ ഉണ്ടാക്കി നമുക്ക് തരാൻ ശേഷിയുള്ള ആ പരമാത്മാവിൻ്റെ ആ സൃഷ്ടി സ്ഥിതി ലയ പ്രക്രിയ അത് വളരെയേറെ അത്ഭുതകരമാണ്. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കിടക്കുന്നത് കണ്ടിട്ട് പാമ്പെന്ന് ഭ്രമിക്കുന്നത് പോലെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിന്റെയും പ്രക്രിയ എങ്ങനെയാണ്? അരണ്ട വെളിച്ചത്തിലെ കയറ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കയറാണെന്ന് തോന്നില്ല, എന്തോ അവിടെ കിടക്കുന്നുവെന്ന് തോന്നും. പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ സർപ്പസ്മൃതി ഉണരും. നമ്മുടെ ഉള്ളിലെ സർപ്പത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉള്ളിൽ കിടപ്പുണ്ട്, ആ വാസന ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ നമ്മൾ ഈ കയറിന്റെ പുറത്ത് ആരോപിക്കും. അപ്പൊ അതാ പാമ്പ് കിടക്കുന്നു എന്ന് തോന്നി. അപ്പോഴേക്കും ഭയം ഉണ്ടായി. നിലവിളിക്കുകയാകാം, ബോധം കെട്ടുവിടലാകാം, ഓടലാകാം, പനി പിടിക്കലാകാം, ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിച്ചാലും കയറ് അവിടെ കയറായി തന്നെ കിടക്കും, കയറ് പാമ്പായിട്ടുമില്ല. എന്നാൽ പാമ്പിനെ കണ്ടാൽ എന്തൊക്കെ കുഴപ്പം നമുക്കുണ്ടാകാമോ, എന്തൊക്കെ ഭയം നമുക്കുണ്ടാകാമോ, അതൊക്കെ ഉണ്ടായും കഴിഞ്ഞു. ഇതുപോലെ പരമാത്മാവായി മാറ്റമില്ലാതെ നിലനിൽക്കവേ ഈ ഭൂതഗ്രാമം മുഴുവൻ ഇങ്ങനെ ഭൂത്വ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. ഇങ്ങനെ കോലാഹലം കൂട്ടുന്നു, എന്നിട്ട് തിരിച്ച പ്രളീയതയെ ലയിക്കുന്നു. അങ്ങനെ ഉൽപ്പത്തിയും സ്ഥിതിയും വിനാശവും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും പരമാത്മാവിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല.